ബിഗ് അപ്ഡേഷൻ ആണ്. ഒരു സിനിമയുടെ 6ാം ഭാഗം, അതിനുവേണ്ടിയുള്ളൊരു കട്ട കാത്തിരിപ്പ്. CBI സീരീസ് മമ്മൂക്ക സേതുരാമയ്യറായി വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. SN സ്വാമിയും K മധുവും തന്നെയാണ് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത്. വീണ്ടും മമ്മൂക്കായെ സേതുരാമയ്യർ CBI ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ള 5ാം ഭാഗം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയൊരു സിനിമയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമ മുന്നേറുകയും ചെയ്തു. എന്നാൽ പ്രതീക്ഷിച്ച ഒരു വിജയം ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അത് പരമാർത്ഥമാണ്. അപ്പോൾ CBI 6 കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് മറ്റു ചില മമ്മൂക്കാടെ പുതിയ സിനിമകളുടെ അപ്ഡേഷനും കൂടെ വരുന്നുണ്ട്. അതും ഞെട്ടിക്കുന്ന അപ്ഡേഷൻ തന്നെയാണ്. ബിലാൽ 2 വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അമൽ നീരദ് വീണ്ടും മമ്മൂക്കായെ വെച്ചൊരു സിനിമ ചെയ്യും എന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടെ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം കണ്ണൂർ സ്ക്വാഡ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ 2ാം ഭാഗത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന്റെ തിരക്കഥയൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയാക്കി എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇതിപ്പോ നിതീഷ് സഹദേവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂക്ക 19-ാം തീയതി ജോയിൻ ചെയ്യണം. അതിനകത്ത് ഗ്യാങ്സ്റ്റർ റോളിലാണ് മമ്മൂക്ക എത്തുന്നത്. ആഷിർ എന്ന യുവ നടനും സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇപ്പം മമ്മൂക്കയായിട്ട് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്ന മറ്റ് 2 സിനിമകളാണ്. ഒന്ന് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക തമിഴിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. സിനിമ ഉടൻ തന്നെ തിയേറ്റർ റിലീസിനായിട്ട് എത്തും എന്നാണ് അറിയുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ആ സിനിമയ്ക്കകത്ത് ചെയ്ത് നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിന്റെ ദ ലെജൻഡ് ആയിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ സിനിമ പദയാത്ര എന്ന സിനിമ മമ്മൂക്ക അത് പൂർത്തീകരിച്ചു. ആ സിനിമയും ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തും. അപ്പോൾ മമ്മൂക്കയുടേതായിട്ട് കാത്തിരിക്കുന്ന 3 വലിയ സിനിമകൾ സേതുരാമയ്യർ CBI, ബിലാൽ കണ്ണൂർ സ്ക്വാഡിന്റെ 2ാം ഭാഗം. മലയാളത്തിൽ തന്നെ എക്കാലത്തെയും സ്റ്റൈലിഷ് കഥാപാത്രമായിട്ടുള്ള ബിലാൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിലും ബിലാൽ അല്ല അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത്, പകരം മറ്റൊരു സിനിമയാണെന്നുള്ള വാർത്തയാണ് വരുന്നത്. എന്തായാലും അമൽ നീരദ് മമ്മൂക്ക കൂട്ടുകെട്ടിൽ ഇറങ്ങുമ്പോൾ അത് ഒരു വേറെ ലെവൽ വൈബ് സാധനം തരികയാണ്. 2026-27 കാലഘട്ടങ്ങളിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് വലിയ വലിയ സിനിമകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന മറ്റൊരു സിനിമയാണ് മട്ടാഞ്ചേരി മാഫിയ. നെസ്ലിനും ആസിഫ് അലിയുമാണ് സിനിമയിൽ മറ്റ് 2 പ്രധാന താരങ്ങളായിട്ട് എത്തുന്നത്. സിനിമ ടൈറ്റിൽ വന്ന സമയത്ത് തന്നെ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഉടൻ തന്നെ സിനിമയുടെ ഷൂട്ടും തുടങ്ങുമെന്നാണ് അറിയുന്നത്. എന്തായാലും മമ്മൂക്കാടേതായിട്ട് നമുക്കിനി ഒരുപിടി ബിഗ് ബഡ്ജറ്റ് വലിയ ചിത്രങ്ങൾ തന്നെയാണ്. ക്യൂബ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുഹമ്മദ് ഷെരീഫ് നിർമ്മിക്കുന്ന ഒരു സിനിമ കൂടി ഈ ഒരു വർഷം തന്നെ മമ്മൂക്ക ചെയ്യും എന്നാണ് അറിയുന്നത്. കമ്പനി തന്നെയാണ് 2-3 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള വാർത്ത. ദുൽഖർ സൽമാന്റെ കമ്പനിയാണ് അമൽ നീരദിന്റെ സിനിമ നിർമ്മിക്കുന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. ഇനി ദുൽഖർ മമ്മൂക്കായും ഒരുമിച്ച് അഭിനയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരി തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ സിനിമ അപ്ഡേഷൻ തന്നെയാണ് മമ്മൂക്കാടേതായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.